ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാമ്പഴപ്പുളിശ്ശേരിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമുക്ക് ചോറിനൂടെ കഴിക്കാൻ വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണം, ഒരു 3 സ്പൂൺ മേലായിട്ട് വേണം. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞു അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4-5 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഉണക്കമുളക്, അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരിഞ്ഞ കൂട്ടുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉണക്കമുളക്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഉള്ളിയൊക്കെ മൊരിഞ്ഞൊടിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി നോക്കട്ടെ കേട്ടോ. ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഈ സ്പൂണിൽ ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളകൊക്കെ നന്നായിട്ട് മൂത്ത്. മഞ്ഞൾപ്പൊടി കൂടിപ്പോകരുത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മോരരിക്ക് ഇതിൻ്റെ നമ്മുടെ പുളിശ്ശേരിക്ക് ഭയങ്കര മഞ്ഞളിൻ്റെ കുത്ത് വരും. മുളകൊക്കെ മരിഞ്ഞിട്ടുണ്ട്. ഞാനിതിന്ന് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഇങ്ങോട്ട് എടുക്കാം. പകുതി ഞാൻ ഇങ്ങോട്ട് എടുത്തു. അതിലേക്ക് നമുക്ക് അതിനുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ മാങ്ങയുടെ ഞാൻ ഈ വീതിയുള്ള സൈഡിൽ നിന്ന് പൂളി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ തന്നെ ഉണ്ട്, അങ്ങനെ കട്ടി ഉറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ഇതിലിട്ടാൽ. അപ്പം മാമ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിങ്ങനെ ഈ എണ്ണ കിടന്ന് തന്നെ വെന്ത് കിട്ടും. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ തന്നെ, ഈ ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൽ കിടന്ന് തന്നെ പെട്ടെന്ന് തന്നെ വേവും. നമ്മൾ അത് പൂളി ഇട്ടേക്കണല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും. നമുക്കിതൊന്ന് മൂടി വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം തന്നെ മാങ്ങയൊക്കെ വെന്തൊടിഞ്ഞു, അത് നന്നായിട്ട് പഴുത്തതും അല്ലേ. ഒരു 5-7 മിനിറ്റ് വരെയൊക്കെ മതി, അപ്പോഴത്തേക്കത് വേവും. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒന്നും കൂടി മൂടി വയ്ക്കാം. ഇനി നമുക്കിത് ഇതിനുള്ള അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ 3/4 ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഈ ജാറിൽ കേട്ടോ. പിന്നെ അതെ ഈ വലിപ്പമുള്ള വെളുത്തുള്ളി 1 കഷ്ണം, ഈ 3 വിരലും കൊണ്ട് എടുക്കുന്ന അത്രയും ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. ഇതും കൂടി നമുക്ക് ഒന്ന് അരച്ചിട്ട് വരാം. അരയ്ക്കുമ്പോൾ ഇതിനിങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ വെള്ളം കാണുന്ന വിധത്തിൽ അത്രയും വെള്ളം എടുത്ത് അരച്ചാൽ മതി. അപ്പം നല്ല വെണ്ണ പോലെ അരച്ചിട്ട് വരാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് നോക്കാം. മാങ്ങയ്ക്ക് നന്നായിട്ട് വന്നിട്ട് നല്ല വെന്ത മണം വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഇത് അരച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കണം, അരപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. ഒന്ന് കഴുകിയും കൂടെ ഒഴിച്ചു കൊടുക്കാം.
കഴുകി ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി നമുക്കൊന്ന് ഈ അരപ്പിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. തുറന്നിട്ട് തന്നെ വാട്ടിയാൽ മതി. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊന്നും ഇതിന്ന് വറ്റും. അപ്പോൾ അത് അരപ്പ് റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ നന്നായി വറ്റിയത് അരപ്പൊന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ലിറ്റർ മോരാണ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതാണ് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ്. 1 ലിറ്റർ മോരിൽ നല്ല പുളിയുള്ള മോരായിരുന്നു കേട്ടോ, മിൽമേട. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുത്തതാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതനുസരിച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 6 മാങ്ങയാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് പറയില്ല, അതാണ് ഞാനിതിന് വേണ്ടി എടുത്തത്. ഇതില്ല, ഇനി നമുക്ക് സാധാരണ മാങ്ങ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൻ്റെ മാങ്ങ ഒന്ന് പൂളിയിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോഴും ഈ ടേസ്റ്റ് തന്നെ കിട്ടിക്കോളും. നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു 1/2 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഒരു 1/2 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സ്പൂൺ ഇപ്പോൾ അതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്പം വെള്ളം ചേർക്കാൻ വേണമെങ്കിലും. നല്ല കട്ടിയുള്ളത് കൊണ്ടാണ് നല്ലത് കേട്ടോ. നല്ല തിക്കായിട്ടിരിക്കുന്നതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കണം. അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മതി. വെള്ളമൊക്കെ കറക്റ്റാണ്. നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് തിളച്ചാൽ മതി, ഭയങ്കരമായിട്ട് വെട്ടി തിളക്കണ്ട. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ട് ആണ് വേവിക്കുന്നത്. വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോട്ടെ ഭയങ്കരമായിട്ട്. ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. ഈ സമയത്ത് നമുക്കൊരു ഈ സ്പൂണിൽ 1 സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിശ്ശേരിക്കൊക്കെ ഒരു മധുരം ഉണ്ടാവില്ലേ, അത് മാങ്ങയുടെ തന്നെയല്ല, ഇതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ആ മധുരം. അപ്പോഴാണ് നമ്മുടെ പുളിശ്ശേരിയുടെ ശരിയായ ടേസ്റ്റ് വരുള്ളൂ. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇത്രയും തിളച്ചാൽ വെട്ടി തിളക്കേണ്ടതാണ്. കേടാവൊന്നുമില്ല, അങ്ങനത്തെ കുറച്ച് തിളച്ചോളെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്ലേവർ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ ആ ഇത് താളിച്ചത്, അതും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു കളർ കിട്ടും നമ്മളുടെ പുളിശ്ശേരിക്ക്. ഉണ്ടാവും ഇങ്ങനെ മുകളിൽ കിടക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിങ്ങനെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കഴിക്കാനുണ്ടാവും. മാമ്പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് വന്ന് പുളിശ്ശേരി നല്ല ടേസ്റ്റ് അതൊക്കെ കിട്ടുള്ളൂ. കുറച്ച് നേരം ഒന്ന് ഇരിക്കണം. നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒന്നാണ് മാമ്പഴ പുളിശ്ശേരി. അങ്ങനെ നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഇത് 2-3 ദിവസം കേടാകാതിരിക്കും കേട്ടോ. അന്നിടയ്ക്കൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ദിവസം വന്നെടുത്ത് ചൂടാക്കി കൊടുത്താൽ പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.